ഭരണാധികാരികളുടെ സുരക്ഷയ്ക്ക് ഗൺമാന്മാരെ നിയോഗിച്ചത് അടുത്ത കാലത്തൊന്നുമല്ല. എന്നാൽ ഗൺമാന്മാരുടെയും എസ്കോർട്ട് ഡ്യൂട്ടിക്കാരുടെയും പ്രവൃത്തികൾ നിരന്തരം വാർത്തയാവുന്നത് ഈയിടെയാണ്. നവകേരള യാത്രക്കിടയിൽ സുരക്ഷയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ പരാക്രമണങ്ങൾ പലതവണ ജനങ്ങൾ കണ്ടതാണ്. പലപ്പോഴും അതിരുകടന്നാണ് ഗൺമാന്മാരും എസ്കോർട്ട് ഉദ്യോഗസ്ഥരും ഈ സുരക്ഷാ വേവലാതി പ്രകടിപ്പിക്കുന്നത്. പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സൂപ്പർമാൻ ചമയുന്ന ഗൺമാന്മാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഔചിത്യപൂർവ്വം നിയന്ത്രിക്കേണ്ടത് അധികാരികൾ തന്നെയാണ്. നിർഭാഗ്യവശാൽ അത്തരമൊരു നിയന്ത്രണം ഉണ്ടാവുന്നില്ല. നവകേരള യാത്രയുടെ തുടക്കം മുതൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നല്ല അനുഭവമായിരുന്നില്ല. പലയിടത്തും ചില വേദികളിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ടായില്ല. പല ജില്ലകളിലും പാർട്ടി പ്രവർത്തകർ ജോലി ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ സംഭവങ്ങളുണ്ടായി. പ്രതിഷേധങ്ങളെ തടയാൻ അണികൾ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ച പലയിടത്തും കണ്ടു. പോലീസിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ടായിരുന്നു ഇത്. കരിങ്കൊടിയുമായി പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പാർട്ടി പ്രവർത്തകർ കൈകാര്യം ചെയ്തതിനെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ഗൺമാനും എസ്കോർട്ട് ഉദ്യോഗസ്ഥരും ഒറ്റയാൾ പ്രകടനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പ്രതിഷേധിക്കാനെത്തിയവരെ ഗൺമാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ക്രൂരമായി മർദ്ദിക്കുന്നത് SIയെ തള്ളിമാറ്റിയതിനു ശേഷമാണ്. മുദ്രാവാക്യം വിളിക്കുന്ന വിരലിലെണ്ണാവുന്ന പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മാറ്റുന്ന സമയത്ത് കാറിൽ നിന്നും ചാടിയിറങ്ങി ഗൺമാനും സംഘവും അവരെ മർദ്ദിക്കുകയായിരുന്നു. പ്രതിഷേധിക്കുന്നവരെ പിടിച്ചു മാറ്റുകയും അതിനായി ബലം പ്രയോഗിക്കുകയും സാധാരണമായിരിക്കാം. അതുപക്ഷേ പോലീസിൻ്റെ ജോലിയാണ്. അതിനു പകരം പാഞ്ഞു വരുന്ന കാറിൽ നിന്നും ചാടിയിറങ്ങി പ്രതിഷേധിക്കാരെ ഗൺമാനും സംഘവും ലാത്തിയെടുത്ത് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം ജനാധിപത്യ കേരളത്തിന് അപമാനമാണ്. എസ്കോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും ഗൺമാന്മാരുടെയും ജോലിയെ കൃത്യമായി നിർവഹിക്കേണ്ട സമയമായെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ക്രമസമാധാനം നിയന്ത്രിക്കാൻ പോലീസുണ്ട്. പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകരെ മർദ്ദിക്കാൻ ഗൺമാന് അധികാരമുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഗൺമാനെ ന്യായീകരിക്കുന്ന നിലപാടാണ് എടുത്തത്. തൻ്റെ സുരക്ഷയ്ക്കാണ് ഗൺമാനെ നിയോഗിച്ചിട്ടുള്ളതെന്നും ആ പണിയാണ് അയാൾ എടുക്കുന്നതുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് പോയി കഴിഞ്ഞിട്ടുള്ള ഈ മർദ്ദനം സംരക്ഷണത്തിൻ്റെ ഭാഗമാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് വഴിയൊരുക്കാനായി ഇടുക്കിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിൽ ഗൺമാൻ കുത്തിപ്പിടിച്ചത് നാം കണ്ടു. ക്യാമറയുമായി മുഖ്യമന്ത്രിയുടെ പിറകിൽ വരികയായിരുന്ന മാധ്യമപ്രവർത്തകനെ ഒരു പ്രകോപനവുമില്ലാതെയുള്ള അപമാനത്തോടെ തള്ളിമാറ്റിയത്. പോലീസിൻ്റെയും പ്രവർത്തകരുടെയും ഗൺമാൻ്റെയും സുരക്ഷാ വലയത്തിനുള്ളിൽ നടന്നുവരുന്ന മുഖ്യമന്ത്രിക്ക് ക്യാമറയുമായി എത്തുന്ന മാധ്യമപ്രവർത്തകർ ഏത് ഭീഷണിയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ തടയലാണ് ഗൺമാൻ്റെ ജോലി. അദ്ദേഹത്തിൻ്റെ ദേഹരക്ഷയൊരുക്കുക എന്ന ദൗത്യം. എന്നാൽ വഴിയിൽ കാണുന്നവരെ തല്ലിയൊതുക്കാൻ ഇവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അമിതാധികാരത്തിൻ്റെ പ്രയോഗമാണ്. അത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. ജനാധിപത്യ മര്യാദകളെ മാനിക്കാൻ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരാണ്. അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണാധികാരികളാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഇനിയുള്ള കാലത്ത് ആവശ്യമില്ല.